പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. പുതിയ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ ലഭിക്കുന്നു. മനാമയിൽ നടന്ന മറ്റൊരു എയർ സ്ട്രൈക്കിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആളുകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകൾക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തുന്നു. ഈ ദൃശ്യങ്ങൾ മനാമയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അത്യന്തം ആശങ്കാജനകമായ സാഹചര്യം ഈ രാത്രിയിൽ ഗൾഫ് രാജ്യങ്ങളിലാകെ ഉണ്ടാകുന്നു എന്നത് ദൗർഭാഗ്യകരമാണ്. അവിടെ അത് നേരിൽ കാണുന്ന സാധാരണക്കാരായ ജനങ്ങൾ, അവരുടെ കരച്ചിലൊക്കെ നമുക്ക് കേൾക്കാം. ഇത് ഒരു പക്ഷേ നമുക്കൊക്കെ അയച്ചു തരുന്ന നമ്മുടെയൊക്കെ നാട്ടിൽ നിന്നും പോയ ആൾക്കാർ തന്നെയാണ്. അവിടെയൊക്കെ എത്രയോ മലയാളികളുണ്ടെന്ന് നമുക്കറിയാം. എല്ലാവരും അല്പം ആശങ്കയിൽ തന്നെയാണ്. നിലവിലെ സാഹചര്യം ആ രീതിയിൽ തന്നെയാണ് എന്ന് പറയാതെ വയ്യ. അധികൃതർ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങരുത്, ജനലക്കരികിൽ വന്ന് നിൽക്കരുത് എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി നൽകുന്നുണ്ടെങ്കിലും ഈ ദൃശ്യങ്ങൾ അത് ആശങ്കപ്പെടുത്തുന്ന തന്നെയാണ്. ഈ മണിക്കൂറുകൾ അത്രമേൽ പ്രധാനപ്പെട്ടത്, നിർണായകവുമാണ്. പല രാജ്യങ്ങളിലേക്കും ഇറാന്റെ മിസൈൽ വർഷം നടക്കുന്നു എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായി ഇറാനുള്ള അഡ്വാൻറ്റേജ് അത് കൃത്യമായി ഈ യുദ്ധത്തിൽ, ഈ സംഘർഷത്തിൽ ഇറാൻ ഉപയോഗിക്കുന്നു എന്നുകൂടി വേണം കരുതാൻ. പി ജെയിംസ് നമ്മോടൊപ്പം ഒരിക്കൽ കൂടി ചെയ്യുകയാണ്. ജെയിംസ്, നിലവിലെ സാഹചര്യങ്ങൾ അത്രമേൽ സംഘർഷഭരിതം എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ട്, എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലേക്കും ഗൾഫ് മേഖലയിലാകെ തന്നെ ഇറാന്റെ മിസൈൽ വർഷം ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് കാഷ്വാലിറ്റീസ് ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയവുമൊന്നുമില്ല. അപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഇടപെടൽ അത് ആര് അടുത്ത അറ്റ് ദ വെരി നെക്സ്റ്റ് മൊമെന്റ് നടത്തും എന്നൊരു സുപ്രധാനമായ ചോദ്യമാണ്. അമേരിക്ക, ഇസ്രയേൽ അതിനെക്കുറിച്ച് യാതൊന്നും മിണ്ടുന്നില്ല. മറിച്ച് ഒരു കാര്യം അവർ വ്യക്തമാക്കി കഴിഞ്ഞു, അറ്റാക്ക് അത് മാത്രമാണ്, ആക്രമിക്കുക എന്ന രീതിയിലേക്ക് മാത്രം കാര്യങ്ങളെ പോവുക, പിന്തിരിയുക അല്ലെങ്കിൽ ഒന്ന് സംയമനം പാലിക്കുക എന്നതിനെക്കുറിച്ച് ആരും മിണ്ടുന്നേയില്ല. എങ്കിൽ ആര് ഈ വിഷയത്തിൽ ഇടപെടും? നേരത്തെ ഇന്തോനേഷ്യയൊക്കെ ചെറിയ രീതിയിൽ താല്പര്യം അറിയിച്ച് രംഗത്ത് വന്നിരുന്നു, തങ്ങൾ ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കാം എന്നൊക്കെ. എങ്കിലും ഒരു യഥാർത്ഥ രീതിയിൽ ഇതിൽ കൃത്യമായ ഒരു ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നേതാവ് അത് ആരാണിനി? പ്രജിൻ, അത് വല്ലാത്തൊരു ചോദ്യമാണ്. കാരണം ഇതില് ഐക്യരാഷ്ട്ര സഭയുടെ 5 പെർമനന്റ് മെമ്പേഴ്സിൽ ഒരാളാണ് അമേരിക്ക. അമേരിക്ക നേരിട്ട് ഇസ്രായേലിന്റെ കൂടെ ചേർന്ന് ആക്രമണം നടത്തുകയാണ്. അമേരിക്കയെ ആര് പറഞ്ഞാൽ കേൾക്കും? റഷ്യ പറഞ്ഞാൽ കേൾക്കൂ? റഷ്യ അവിടെ ഉക്രൈനിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റഷ്യയാണ് അങ്ങോട്ട് കയറി ആക്രമിച്ചത്. ഇപ്പോൾ അമേരിക്കയാണെങ്കിൽ റഷ്യയായിട്ട് ഏതാണ്ട് പുടിനുമായിട്ട് ട്രംപുമായിട്ടുള്ളൊരു ബന്ധം വെച്ച് നോക്കുമ്പോൾ ട്രംപിനെതിരെ പറയാൻ പുടിൻ തയ്യാറാവുമോ? ഇതിൽ ഒരു പക്ഷേ അത് പറയാൻ ഇച്ചിരി ഭീഷണിപൂർവ്വം പറയാൻ കരുത്തുള്ളൊരു രാജ്യം ചൈനയാണ്. പക്ഷെ ചൈന അവരുടെ സാമ്പത്തിക നിലയും അവരുടെ എക്കണോമിയും അതിനപ്പുറത്തേക്ക് അടുത്ത കാലത്ത് എടുത്താൽ മതി. ഏതെങ്കിലും ഒരു സംഭവത്തിൽ ചൈന ഒരു ആംഡ് സ്ട്രഗിളിലേക്ക് പോയിട്ടുണ്ടോ? ഇന്ത്യയുടെ അതിർത്തിയിൽ വന്ന് ബഹളമുണ്ടാക്കിയത് ഒഴിച്ചു നിർത്തിയാൽ ചൈന നേരിട്ട് ഒരു യുദ്ധം നടത്താൻ തയ്യാറുള്ളൊരു രാജ്യമായി തോന്നിയിട്ടില്ല. പക്ഷേ ചൈന രംഗത്തിറങ്ങാനുള്ള സാധ്യത എവിടെയാണ്? വെനിസ്വേലയിലെ 80% എണ്ണ അവർക്ക് നഷ്ടമായി, അമേരിക്ക അവിടെ പിടിച്ചെടുത്തു. ഇവിടെ ഇറാനിൽ നിന്ന് 80% എണ്ണ ചൈന കൊണ്ടുപോകുന്നു. ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ നമ്മൾ പുഷ് ടു ദ വാൾ, ഇതിലെ മതിൽ നമ്മളെ പിടിച്ചു നിർത്തിയാൽ ഒരു വഴിയില്ലെങ്കിൽ തിരിച്ചടിക്കുമെന്നുള്ള അവസ്ഥയിൽ മാത്രമായിരിക്കും ചൈന രംഗത്ത് വരിക. അപ്പോൾ ഇപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ എളുപ്പമല്ല. പക്ഷെ നമ്മളിപ്പോൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഇതുവരെ ഇറാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ആക്രമിക്കുന്നത് അമേരിക്കയുടെ സേനാ താവളങ്ങൾ, ഗൾഫ് രാജ്യങ്ങളിലുള്ള സേനാ താവളങ്ങൾക്ക് നേരെയാണ്. അപ്പോൾ അത് സൗദി അറേബ്യയിൽ, UAE-യിൽ, കുവൈറ്റിൽ, ഖത്തറിൽ, ബഹ്റിനിൽ, സിറിയയിൽ, ഇറാഖിൽ, ജോർദാനിൽ ഒക്കെ അവർ ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ അവരിതാദ്യമായി ബഹ്റിനിൽ മനാമയിൽ അവരിപ്പോൾ ആക്രമിച്ചിരിക്കുന്നത് ജനവാസ മേഖലയിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ജനങ്ങൾ പാർക്കുന്ന, നമ്മളിപ്പോൾ TV-യിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കെട്ടിടം കാളിക്കത്തുന്നു, അവിടെ ജനങ്ങൾ താമസിക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും അവിടെ കാഷ്വാലിറ്റി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനിടയിൽ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ 14 US സേനാ താവളങ്ങൾ ആക്രമിച്ചു, 100 കണക്കിന് US സൈനികരെ കൊലപ്പെടുത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ വക്താവ് രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷെ അത് തെറ്റാണെന്നാണ് അമേരിക്കൻ സൈനിക ആൾക്കാർ പറയുന്നത്. എന്തായാലും സൈനിക ക്യാമ്പിന് നേരെ ആക്രമണം നടന്നാൽ അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കുവൈറ്റിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിന് നേരെ ആക്രമണം നടന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ UAE-യുടെ കാര്യം നമ്മൾ പറഞ്ഞതാണ്. ദുബായിലും അതുപോലെ തന്നെ അബുദാബിയിലും ആക്രമണം നടന്നിരിക്കുന്നു. കുവൈറ്റിന് പുറമേ അതുപോലെ തന്നെ ബഹ്റിനിൻ്റെ കാര്യം, മനാമയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഖത്തറിൽ
പലയിടത്തും സ്ഫോടനമുണ്ടായി എന്ന് പറയുമ്പോഴും വന്ന മിസൈലുകൾ ഭൂരിപക്ഷവും പാട്രിയോട്ട് മിസൈൽ ഉപയോഗിച്ച് തകർത്തു എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇസ്രായേലിൻ്റെ ആക്രമണം അതിരൂക്ഷമായി നടക്കുന്നു എന്ന വാർത്ത ഈ മിനിറ്റുകളിൽ വരുന്നുണ്ട്. അതിൽ മിസൈൽ വേദക സംവിധാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളുമാണ് അവർ തകർക്കുന്നത്. കാരണം ഇറാൻ എവിടെയൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ അതൊക്കെ തകർക്കുന്ന രീതിയിലുള്ള അറ്റാക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ കൈവശം F-35 എന്ന ലോകോത്തര ഇതുള്ള അമേരിക്കൻ നിർമ്മിത ഫൈറ്റർ ജെറ്റുകളുണ്ട്. അത് ഗൾഫ് മേഖലയിൽ വേറെ ആർക്കുമില്ല. അപ്പോൾ ഫൈറ്റർ ജെറ്റുകൾ വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടക്കുന്നു. അവർ മിസൈലുകൾ അയക്കുന്നു. അപ്പോൾ അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട്. ആ തരത്തിലുള്ള ആക്രമണം നടക്കുന്നു. അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നുള്ള ആക്രമണം നടക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കണം ഒരുപക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ ഇനി അടിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അവർ കണ്ണും അടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത് ഇസ്രായേലിൽ വീഴുന്നുണ്ട്, ഗൾഫ് രാജ്യങ്ങളിൽ വീഴുന്നുണ്ട്. ഇത് എവിടെ ചെന്നെത്തി നിൽക്കുമെന്ന് ഇപ്പം നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. UN രക്ഷാസമിതി കൂടുന്നു എന്ന് പറയുമ്പോഴും UN രക്ഷാസമിതിയുടെ അവസ്ഥ എന്താണ്? അവിടെ അമേരിക്ക ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വീറ്റോ പവറുണ്ട്. രക്ഷാസമിതിക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? ഈ ഐക്യരാഷ്ട്രസഭ കടലാസ് സംഘടനയായി മാറിയതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. അത് യുക്രൈൻ യുദ്ധത്തിലായാലും ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായാലും ഇപ്പോൾ ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടലിലായാലും കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനും തമ്മിൽ അടിച്ചപ്പോഴും എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? മധ്യസ്ഥതയ്ക്ക് പലരും രംഗത്ത് വന്നെങ്കിലും ആരും അത് പിന്നെ തൽക്കാലം ഇതിൻ്റെ വെളിച്ചത്തിൽ അത് നിർത്തിവെച്ചിരിക്കുകയെന്ന് തോന്നുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.